കേരളത്തിലെ NCP പിളരും. പിളർന്നാലും മന്ത്രി AK ശശീന്ദ്രനെതിരെ അയോഗ്യതാ നടപടികളെടുക്കാൻ NCPയുടെ ശരത് പവാർ വിഭാഗം സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല. BJPക്കൊപ്പമുള്ള അജിത് പവാറിനാണ് NCPയുടെ ഔദ്യോഗിക അംഗീകാരമുള്ളത്. കേരളത്തിലെ പ്രശ്നങ്ങളിൽ അജിത് പവാറിന് താൽപ്പര്യമില്ല. അതുകൊണ്ട് തന്നെ NCPയുടെ കേരളത്തിലെ ശരത് പവാർ വിഭാഗം നേതാക്കളെ വെല്ലുവിളിച്ചാലും ശശീന്ദ്രന് ഒന്നും സംഭവിക്കില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ പിളർത്താനാണ് ശശീന്ദ്രന്റെ ആലോചന. ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും ശശീന്ദ്രനുണ്ട്. തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ശരത് പവാറിന്റെ പാർട്ടി ഇടതുമുന്നണി വിട്ടാലും കുഴപ്പമില്ലെന്നാണ് പിണറായിയുടെ പക്ഷം. NCPയിൽ പിളർപ്പുണ്ടാവുമോ എന്ന ചോദ്യത്തിന് മന്ത്രി ശശീന്ദ്രൻ പ്രതികരിച്ചത് ശക്തമായിട്ടാണ്. ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. തോമസിനെ മന്ത്രിയാക്കുക എന്ന അധ്യായം അവസാനിച്ചതാണ്. പാർട്ടി വേദികളിൽ സംസാരിക്കേണ്ട വിഷയങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലാണ് ചർച്ചയാകുന്നത്. ഈ സ്ഥിതി കാണുമ്പോൾ പാർട്ടി പിളർപ്പിലേക്കാണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. പാർട്ടിയെ ദോഷകരമായി ബാധിക്കുന്ന വിധം തർക്കം നീണ്ടാൽ ആ ഘട്ടത്തിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് ശശീന്ദ്രൻ പറയുന്നു. എന്നും എപ്പോഴും കടുത്ത നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയല്ല ശശീന്ദ്രൻ. പക്ഷേ ഈ ഘട്ടത്തിൽ ശക്തമായ നിലപാടുകൾ ശശീന്ദ്രന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. PC ചാക്കോയെയും തോമസ് കെ തോമസിനെയും ഒഴിവാക്കുന്നതിനോട് CPM അനുകൂലമാണ്. ഈ സാഹചര്യത്തിലാണ് ശശീന്ദ്രന്റെ അഭിമുഖം ചർച്ചയാകുന്നത്. തോമസിനെ മന്ത്രിയാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ പറയുന്നത്. അങ്ങനെയെങ്കിൽ അക്കാര്യം പ്രസിഡന്റ് എന്നെയായിരുന്നു അറിയിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണല്ലോ. മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കേണ്ട കാര്യമേ ഇല്ലെന്ന് ചാക്കോ മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ നിലപാട് മാറ്റത്തിന് കാരണമെന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. തോമസിനെ പരിചയമാക്കി എന്നെ മാറ്റാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നത്. മുന്നണി സംവിധാനത്തിൽ മന്ത്രിയെ നിർദ്ദേശിക്കുന്നത് അതത് പാർട്ടികളാണ്. എന്നാൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാകും. മുഖ്യമന്ത്രിക്ക് അതൃപ്തനായ ഒരാളെ മന്ത്രിയാക്കാനാവില്ലല്ലോ. ഇതിന്റെ പേരിൽ പാർട്ടിയിൽ അനൈക്യമുണ്ടാവുമോ അരാജകത്വം സൃഷ്ടിക്കുന്നതോ ശരിയല്ല എന്നതാണ് എന്റെ നിലപാടെന്നും ശശീന്ദ്രൻ പറയുന്നു. മുഖ്യമന്ത്രിയെ എതിർത്ത് ആർക്കും ഇടതുമുന്നണിയിൽ തുടരാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇതിലുള്ളത്. ദേശീയ നേതൃത്വത്തെ കാര്യങ്ങളുടെ നിജസ്ഥിതി യഥാസമയം സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കണം. ഒരു കാര്യവുമില്ലാതെ പ്രവർത്തകരെയും പാർട്ടിയെയും LDFിൽ നിന്ന് അകറ്റാനുള്ള നീക്കം നല്ലതല്ല. CPM കേന്ദ്ര നേതൃത്വവും മന്ത്രിമാറ്റത്തെ അനുകൂലിക്കുന്നില്ല. അക്കാര്യം ഇനിയെങ്കിലും ചാക്കോ ദേശീയ പ്രസിഡന്റ് ശരത് പവാറിനെ അറിയിക്കണമെന്നാണ് ശശീന്ദ്രൻ പറയുന്നത്. ചാക്കോയ്ക്ക് പാർട്ടി വിട്ടുപോകാൻ ഉദ്ദേശമുണ്ടോ? മുന്നണി മാറ്റത്തിനാണോ കളമൊരുങ്ങുന്നതെന്ന ചോദ്യത്തോടും ശശീന്ദ്രൻ കരുതലോടെ പറയുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അപ്പോൾ ആലോചിക്കാം. മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടി ആർക്കും മന്ത്രിസഭയിൽ തുടരാനാവില്ല. ഇക്കാര്യം ഞാൻ പാർട്ടിയെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയെയും പ്രവർത്തകരെയും മുന്നണിയെയും പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമെന്ന് ശശീന്ദ്രൻ പറയുന്നു.